Hey guys, welcome back. So, ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു ഗൈസ്. ആ സിനിമയെ കുറിച്ച് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യണം തോന്നി. സിനിമ മറ്റൊന്നുമല്ല, 11 ആണ് ഈ സിനിമയുടെ പേര്. ഐ ആം നോട്ട് ഷുവർ എത്ര പേര് ഈ സിനിമയെ പറ്റി കേട്ടിട്ടുണ്ടെന്ന്. കാരണം എനിക്ക് ഒരു ധാരണയില്ല ഇങ്ങനെ ഒരു പടം റിലീസ് ആയിട്ടുണ്ടെന്ന് തന്നെ. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു മൂവി റിലീസ് ആയിട്ടുണ്ട്. ആൻഡ് ഇത് ഒരേ സമയത്ത് തെലുഗു ആൻഡ് തമിഴിൽ ഷൂട്ട് ചെയ്തൊരു മൂവിയാണ്. ലൈക്ക് May 16 ആണ് ഇത് റിലീസ് ആയത്. ഇപ്പോൾ ഇത് ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആദ്യം നമുക്ക് പോസിറ്റീവ്സ് പറഞ്ഞു തുടങ്ങാമല്ലോ. Let's talk about the makers of the movie. Direct ചെയ്തിരിക്കുന്നത് ലോകേഷ് അജുൽസ്. I'm not sure if I'm pronouncing it correct. So ലോകേഷ് അജുൽസ് എന്നാണ്. ആൻഡ് റൈറ്റ് ചെയ്തിരിക്കുന്നതും പുള്ളി തന്നെയാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അജ്മൽ ഖാൻ, റിയ ഹരി, പ്രഭു സോളമൻ. സോ നമ്മുടെ മെയിൻ ലീഡ് റോൾ വന്നിരിക്കുന്നത് നവീൻ ചന്ദ്രയാണ്. അതുപോലെ തന്നെ റിയ ഹരി, പിന്നെ അഭിരാമി, പിന്നെ കുറച്ച് വേറെ ആർട്ടിസ്റ്റുകളും ഉണ്ട്. ആൻഡ് ഇതിൽ കുറെ ചൈൽഡ് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരാളുടെ പേരുണ്ട്. അത് വന്നിട്ട് മാസ്റ്റർ ഫ്രാങ്കിൻസ്റ്റൺ ആൻഡ് മാസ്റ്റർ സിൽവൻസ്റ്റൺ. രണ്ട് പിള്ളേരും അമേസിംഗ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വരാം, കാരണം കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. സോ ആദ്യം തന്നെ നവീൻ ചന്ദ്രന്റെ ഒരു പെർഫോമൻസിനെ പറ്റി പറയാം. ഈ ആക്ടറിനെ എനിക്ക് യാതൊരു പരിചയമില്ല. ഞാൻ എവിടൊക്കെയോ തമിഴ് സിനിമയിൽ അവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടെന്നല്ലാതെ തെലുഗു ആക്ടറാണോ അല്ലെങ്കിൽ എന്താ പറയുന്നത് പുള്ളി ഹെയിൽ ചെയ്യുന്നത് തെലുഗു ഇൻഡസ്ട്രിയിലാണോ ഒന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഞാനിപ്പം ഭയങ്കര എന്താ പറയുന്നത്, നമുക്ക് പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ വെറുതെയാണ് പടം കണ്ടുപിടിക്കുക. ബട്ട് നല്ലൊരു പെർഫോമൻസ് തന്നെ പുള്ളി പുട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എന്താ പറയാ, ഈ സൈലന്റ് ആയിട്ട് പടം വന്നിട്ട് സെക്കൻഡ് ഹാഫിൽ നമ്മുടെ എന്താ പറയുക നമ്മളെ ബിയോണ്ട് ദ വേർഡ്സ് കൊണ്ടുപോയെന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഇതൊരു പക്ക ക്രൈം ത്രില്ലറാണ്. ചെറിയൊരു സൈക്കോ ഒക്കെ എവിടെയൊക്കെയോ ഉണ്ട്. ബട്ട് ജോണർ ചോദിച്ചു കഴിഞ്ഞാൽ പക്ക ഒരു ക്രൈം ത്രില്ലർ ജോണറിൽ വരുന്നതാണ്. സോ ഇതിന്റെ കാസ്റ്റിംഗില് ഇപ്പം മെയിൻ ലീഡ് റോള് വന്നിരിക്കുന്ന എല്ലാം സൂപ്പറാണ്. ചൈൽഡ് ആർട്ടിസ്റ്റ് കുറെ ആൾക്കാരുണ്ട്, അവരൊക്കെ അടിപൊളിയാണ്. ബട്ട് എനിക്ക് എന്തോ ഫീമെയിൽ ലീഡ് റോള് ചിലപ്പോ ക്യാരക്ടറിന്റെ ആയിരിക്കാം, ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ലേ ഔട്ട് ഭയങ്കര മടുപ്പായിട്ട് തോന്നി. സോ അത് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. എല്ലാവർക്കും എങ്ങനെ എനിക്ക് അറിയത്തില്ല, അത് മാത്രം എവിടെ ഒന്ന് ഇടിച്ചു. ബട്ട് ബാക്കി അതർവൈസ് കാസ്റ്റിംഗ് വാസ് ലൈക്ക് റിയലി ഗുഡ്. ഐ മീൻ എല്ലാവർക്കും അവരവരുടേതായ റോള് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് ചെയ്തു. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കാണുമ്പോൾ എല്ലാം നമുക്കൊരു ന്യൂ ഫേസസ് ഫീലും കിട്ടും. ഇനി ഇതിന്റെ സെക്കൻഡ് ഒരു അടിപൊളി സംഭവമായിട്ട് പോയിന്റ് ആയിട്ട് തോന്നിയതിന്റെ മ്യൂസിക് ആട്ടോ. മ്യൂസിക് വന്നിട്ട് ഡി ഇമാൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നിട്ട് എനിക്ക് അറിയത്തില്ല, ഒരു സാധാരണ ഒരു ക്രൈം ത്രില്ലർ ഒക്കെ എന്ന് പറയുമ്പോൾ എത്രത്തോളം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ഒരു കുറച്ച് റെപ്പിറ്റേഷൻ പോലൊക്കെ തന്നെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ മൂവിയിലെ പാട്ടുകളെല്ലാം നല്ല പാട്ടുകളാണ്. ലൈക്ക് എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒന്നുകൂടെ പടം കഴിഞ്ഞ് പോയി കേൾക്കാൻ തോന്നുന്ന ടൈപ്പ് പാട്ടുകളായിട്ട് തോന്നി. ആൻഡ് പിന്നെ എനിക്ക് തോന്നിയ ഒരു മറ്റൊരു ഇതിനകത്ത് പോസിറ്റീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് കുറച്ച് നമ്മള് എന്താ കൂടുതൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അതേ ട്രാക്കിലാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അതേ ട്രാക്കിലാണ് പോകുന്നതെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നമുക്ക് നമ്മളെ ഒട്ടും നിരാശപ്പെടുത്താത്ത രീതിയിൽ ഒരു 2-3 സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഡയറക്ടർ. അത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ചെറിയ കേക്ക് പോലെയാണ് ഫീൽ ചെയ്തത്. സോ അതുകൊണ്ട് പടം കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്നാ പറയുന്നത്, ഓക്കെ ഒരു നല്ല മൂവി കണ്ടു എന്നൊരു ഫീൽ വരും. പിന്നെ ഇതിനകത്ത് തോന്നിയ വേറൊരു പോസിറ്റീവ് ആൻഡ് ഡിസ്റ്റർബിങ് അറ്റ് ദ സെയിം ടൈം എന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിലെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി കുറച്ച് ഇമോഷണലി, ഞാനൊക്കെ ഭയങ്കര ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. കുറച്ച് ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ കാണുന്നതിന് മുന്നേ ഞാൻ ഡിസ്ക്ലെയിമർ വരെ കുറച്ചൊന്ന് കരുതിക്കുക. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ ടച്ച് ചെയ്യിക്കുന്ന രീതിയിലാണ് അത് പോയിരിക്കുന്നത്. ഓൾസോ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആ ഒരു ഫ്ലാഷ് ബാക്ക് അഭിനയിച്ചിരിക്കുന്നതിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഇതിൽ അഭിരാമിയുണ്ട്. അഭിരാമിയുടെ ഒരു വളരെ ചെറിയ റോളാണ്, ബട്ട് അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള റോൾ തന്നെയാണ്. സോ നമുക്ക് പിന്നെ അഭിരാമിന്റെ ഒന്നും പെർഫോമൻസിനെ പറ്റി കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ആസ് ഓൾവേസ് ഷി ഡൺ എ ഗുഡ് ജോബ്. സോ ഓവറോൾ പറയുകയാണെങ്കിൽ നല്ലൊരു ക്രൈം ത്രില്ലർ ആണ്. എന്താ പറയുന്നത്, നൈസായിട്ട് പതുങ്ങി വന്ന് സെറ്റായിട്ട് തോന്നിയ ഒരു ക്രൈം ത്രില്ലറാണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇതിനു മുന്നേ തമിഴിൽ ഇതുപോലത്തെ 2-3 ക്രൈം ത്രില്ലേഴ്സ് വേറെ
ലൈക്ക് കണ്ടിട്ടുണ്ട്. ബട്ട് അതിനെ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ സെക്കൻഡ് ഹാഫിൽ ഒരു 2-3 ട്വിസ്റ്റുകൾ തന്നെയാണ്. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ജോണറിലെ മൂവീസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പ്രൈമില്, ആമസോൺ പ്രൈമിൽ ഇപ്പോൾ സ്ട്രീമിംഗ് ആണ്. സോ അത്രയ്ക്കുള്ള ഈ ഒരു മൂവിനെ കുറിച്ച്. ആൻഡ് വളരെയധികമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യം, ചെറിയ ബഡ്ജറ്റ് മൂവിയാണ്. ആൻഡ് അത്യാവശ്യം ആ ബഡ്ജറ്റിനോട് അവർ നീതി പുലർത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല, നിങ്ങളാണ് പറയേണ്ടത്. താഴെ കോമെന്റ് സെക്ഷനിൽ അറിയിക്കുക. സോ ഇതുവരെ എന്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക് യു. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിക്കുക. അപ്പൊ പിന്നെ ഞാൻ വീഡിയോസ് ഇട്ട് വന്ന് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ until we meet again in the next video, it's bye from me, Alfie. Take care and bye bye.